നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണും. ഗൗരവക്കാരനായ മീശക്കാരനായ ഒരു മനുഷ്യൻ നിങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ വളരെയധികം വർഷം പിന്നിലുള്ള പൂർവികൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു 10 ലക്ഷം വർഷം മുൻപ്, ഒരു 1 കോടി വർഷം മുൻപ്, ഒരു 10 കോടി വർഷം മുൻപ് മുണ്ടൊക്കെ എടുത്ത് ചായയും കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആ വ്യക്തി ഒരുപക്ഷെ ഒരു മരത്തിൻ്റെ മുകളിലായിരിക്കാം. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി നടക്കുന്ന ഏതാണ്ട് ഒരു കുരങ്ങൻ്റെ രൂപത്തിലുള്ള ഒരു ജീവിയായിരിക്കാം. അതുമല്ലെങ്കിൽ സമുദ്രത്തിൽ അതിൻ്റെ ആഴങ്ങളിലൂടെ നീന്തി തുടിക്കുന്ന ഒരു മത്സ്യമായിരിക്കാം. ഈ വീഡിയോ ശരിക്കും ഒരു ടൈം ട്രാവലാണ്, DNA ടൈം ട്രാവൽ. ഇവിടെ നിന്ന് നമ്മൾ പിന്നിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെ, നമ്മുടെ മുൻഗാമികളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. അങ്ങനെ പരിചയപ്പെട്ട് ഒടുവിൽ 400 കോടി വർഷം പിന്നിൽ നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് 60 ലക്ഷം വർഷം പിന്നിലാണ്. അവിടെ ആ കാണുന്ന ജീവിയെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. അതിനെ കണ്ടാൽ ഒരു ചിമ്പാൻസിയെ പോലെ തോന്നുന്നുണ്ടോ? ഒരു ബൊണോബോസിനെ പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രാചീന മനുഷ്യനെ പോലെ തോന്നുന്നുണ്ടോ? ഇത് മൂന്നുമല്ല. പക്ഷേ ഇത് മൂന്നും ഉണ്ടായി വന്നത് ആ ഒരു ജീവിയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ആ കാണുന്ന നമ്മുടെ അപ്പൂപ്പനിൽ നിന്നായിരുന്നു. ഇതിനെ നമുക്ക് കോമൺ ആൻസിസ്റ്റർ 1 അല്ലെങ്കിൽ കോൺസിസ്റ്റർ 1 എന്ന് പറയാം. കൃത്യമായിട്ടൊരു സിംഗിളായിട്ടുള്ള ഒരു ജീവിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പക്ഷേ ചില ഫോസിലുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2001 നടത്തിയ ഒരു എക്സ്കവേഷനിലൂടെ ചെക്കാഡെൻസിസ് എന്ന ഒരു ജീവിയുടെ ഫോസിലാണ് കിട്ടിയത്. അതിന് ഏകദേശം 70 ലക്ഷം വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. 60 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു പ്രാചീന ജീവിയുടെ തുടയലിലും മറ്റ് ശരീര അവശേഷിപ്പുകളും ഫോസിലിൻ്റെ രൂപത്തിൽ നമുക്ക് കെനിയയിൽ നിന്ന് കിട്ടിയിരുന്നു. ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് ഇതാണ് കോൺസിസ്റ്റർ 1 എന്നാണ്. അതിന് ഗവേഷകർ നൽകിയിരിക്കുന്ന ശാസ്ത്രീയ നാമം ഒറാറിൻ ടുജെനിസിസ് എന്നാണ്. ഇത് ബൈപ്പെഡിലിസം സ്വഭാവമുള്ള ഒരു ജീവിയാണ്. ബൈപ്പെഡിലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ 2 കാലിൽ നടക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ്. ചിമ്പാൻസിക്ക് ശരിക്കും ഒരു ബൈപ്പെഡിലിസം ഇല്ല. 90% അത് ക്വാഡ്രാപ്പിലിക്സ് ആണ്. അതിൻ്റെ 2 കൈകൾ കൂടി ഉപയോഗിച്ചിട്ടാണ് അത് നടക്കുന്നത്. ഒരു 2 മുതൽ 10% സമയങ്ങളിലാണ് അത് 2 കാലിൽ നടക്കാൻ ശ്രമിക്കുന്നത്. ഒറാറിൻ ടുജെനിസിസും സഹേലോത്രോപ്പസ് ടെക്നോജെനിസിസും ഒക്കെ ഒരു കോൺസിസ്റ്റർ 1 ആണെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ കോൺസിസ്റ്റർ 1 ചേർന്ന് ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികളായിരുന്നു എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. നമ്മൾ ടൈം ട്രാവൽ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് ലക്ഷം വർഷം പിന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കണം. അടുത്ത നമ്മുടെ സ്റ്റോപ്പ് അല്പം ഗൗരവക്കാരനായിട്ടുള്ള ഒരു മുൻഗാമിയുടെ അടുത്താണ്. ആ മുൻഗാമിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മനുഷ്യരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന ആധുനിക മനുഷ്യർ മാത്രമായിരുന്നില്ല മനുഷ്യ സ്പീഷീസായിട്ട് ഈ ഭൂമിയിലുണ്ടായിരുന്നത്. ശാസ്ത്രം പറയുന്നത് 15 മുതൽ 20 വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ്. അതിൽ നമ്മളൊഴികെയുള്ള ബാക്കി എല്ലാവരും ഇല്ലാതെയായി. ആ കൂട്ടത്തിൽ തന്നെ മനുഷ്യരുമായിട്ട്, അതായത് ഇന്നത്തെ മോഡേൺ മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യം ഉണ്ടായിരുന്നത് നിയാൻഡർത്തൽസിനായിരുന്നുവെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. നമ്മുടെ DNAയിൽ യൂറോപ്പിലെ കൊടും ശൈത്യത്തിൽ വർഷങ്ങളോളം ജീവിതം കഴിച്ചു കൂട്ടിയ ഹോമോ നിയാൻഡർത്തൽസിൻ്റെ 2% DNA അടങ്ങിയിട്ടുണ്ട്. പക്ഷേ 2010 സൈബീരിയയിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു ജീവിയുടെ കുറച്ച് വിരലുകളും മറ്റ് ശരീര അവശിഷ്ടങ്ങളുമൊക്കെ നമുക്ക് കിട്ടി. DNA പഠനങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഗവേഷകർ ശരിക്കും ഞെട്ടിപ്പോയത്. ഇത് മനുഷ്യരുടെ സ്പീഷീസിൽ തന്നെ പെട്ടിട്ടുള്ളതാണ്. അന്നുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത മറ്റൊരു ഹ്യൂമൻ സ്പീഷീസാണ്. ആ ഹ്യൂമൻ സ്പീഷീസിനാണ് മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്. നിയാൻഡർത്തൽസിന് 2% സാമ്യമെങ്കിൽ ഇതിന് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഓഷ്യാന മേഖല, അതായത് ഓസ്ട്രേലിയയൊക്കെ വരുന്ന മേഖലയിലുമുള്ള അവിടുത്തെ ഒറിജിനൽ നേറ്റീവ് മനുഷ്യരുമായിട്ട് പരമാവധി 5% വരെ സാമ്യമുണ്ട്. ഈ സാമ്യം എന്ന് പറയുന്നത് DNA പാറ്റേണിലുള്ള സാമ്യം മാത്രമല്ല, അതുകൊണ്ട് ശരിക്കും ഈ മനുഷ്യർക്ക് പ്രയോജനം പോലുമുണ്ട്. ഉദാഹരണത്തിന് ടിബറ്റിൽ താമസിക്കുന്ന അവിടുത്തെ യഥാർത്ഥ നേറ്റീവ് പീപ്പിൾ, അവരുടെ ശരീരത്തിലും ഈ ഡെനിസോവൻസിൻ്റെ 5% വരുന്ന DNA ഉണ്ട്. അത് കാരണം അവർക്ക് ചില പ്രയോജനവുമുണ്ട്. വളരെയധികം ഉയരം കൂടിയ മലമുകളിൽ ഇവർക്ക് വളരെ ഈസി ആയിട്ട് ജീവിക്കാൻ സാധിക്കും.
കാരണം ഓക്സിജൻ്റെ അളവ് അല്പം കുറവാണെങ്കിൽ പോലും അവർക്ക് വളരെ സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരുപാട് ഭാരവും ചുമന്നുകൊണ്ട് വളരെയധികം ഉയരത്തിലുള്ള മലനിരകളുടെ മുകളിലേക്ക് അനായാസം നടന്ന് കയറാനും ഇവരെ കൊണ്ട് സാധിക്കും. ഇനി 80 ലക്ഷം വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ജീവിയുടെ അടുത്തേക്ക്, ഗൗരവക്കാരനായ നമ്മുടെ മുൻഗാമിയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ വനത്തിന് നല്ല കാഠിന്യമുണ്ട്. ഒരുപാട് മരങ്ങൾ ആ കാലഘട്ടങ്ങളിൽ തിങ്ങിയാണ് നിന്നിരുന്നത്. ആ മരങ്ങളുടെ ഇടയിലൂടെ ഒച്ചത്തിലുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. മാറിൽ ആഞ്ഞിടിക്കുന്ന തരത്തിലുള്ള ശബ്ദമാണ്. ഇടയ്ക്കൊക്കെ ആക്രോശിക്കുന്നുമുണ്ട്. അതൊരു ഗൊറില്ലയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് വെറും ഒരു ഗൊറില്ലയല്ല, ഗൊറില്ലയുടെ മുൻഗാമിയാണ്. ഗൊറില്ലയുടെയും നമ്മുടെയും ചിമ്പാൻസിയുടെയും ബോണോബോസിൻ്റെയും ഒക്കെ മുൻഗാമിയാണ്. കുറച്ചുകൂടെ പിന്നിലേക്ക് പോകുമ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1,40,00,000 വർഷം പിന്നിലേക്ക് പോകുമ്പോൾ, ചെമ്പിച്ച രോമവുമായി മരങ്ങളുടെ മുകളിലൂടെ ഓടി നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ജീവിയെ നമുക്ക് കാണാം. അത് ഓറൻഗുട്ടനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓറൻഗുട്ടനല്ല, ഓറൻഗുട്ടൻ്റെയും മുൻഗാമിയാണ്. ഇനി നമുക്ക് ഒരുപാട് വർഷം പിന്നിലേക്ക് പോകാം. ഏകദേശം ഒരു 2.5 കോടി വർഷത്തിനും 4 കോടി വർഷത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ആ മരത്തിലേക്കൊന്ന് നോക്കൂ. അതിൻ്റെ മുകളിൽ ഒരു ജീവി നിൽക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ പൂർവികനാണ്. പക്ഷേ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ പൂർവികരിൽ നിന്നും അല്പം വ്യത്യസ്തനാണ് ഇവൻ. കാരണം ഇവന് അതിമനോഹരമായ ഒരു വാലുണ്ട്. വാലുണ്ടെന്ന് കരുതി അതൊരു കുരങ്ങനാണെന്ന് അല്ലെങ്കിൽ ഒരു മങ്കിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊരു മങ്കിയല്ല, പക്ഷേ മങ്കിയുടെ കൂടെ പൂർവികനാണ് ഇവൻ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മങ്കി അല്ലെങ്കിൽ കുരങ്ങൻ പരിണമിച്ചിട്ടാണ് മനുഷ്യനുണ്ടായതെന്ന്. കുരങ്ങൻ പരിണമിച്ചിട്ടല്ല മനുഷ്യനുണ്ടായത്. കുരങ്ങനും നമുക്കും ഒരു പൊതു പൂർവികനുണ്ടായിരുന്നു എന്ന് മാത്രം. ആ പൊതു പൂർവികൻ്റെ ഒരു ബ്രാഞ്ച് നമ്മളായിട്ട് മാറി മറ്റൊരു ബ്രാഞ്ച് കുരങ്ങനായിട്ട് മാറുമായിരുന്നു. ഈ ഒരു ജീവിയെ നമുക്ക് കോൺസിസ്റ്റർ 4 എന്ന് വിളിക്കാം. ഇവൻ്റെ വാല് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല? അങ്ങനെ ഒരു വാല് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും മനോഹരമായിട്ടുള്ള വാലുകൾ. ആ വാല് ശരിക്കും നമുക്ക് ഹെൽപ്ഫുൾ തന്നെ ആയേനെ. 2 കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പത്രം വായിക്കാം. അതേസമയം നമ്മുടെ ചായക്കപ്പ് പിടിക്കാനായിട്ട് നമുക്ക് വാൽ ഉപയോഗിക്കാം. ആവശ്യമുള്ളപ്പോഴൊക്കെ ആ വാലൊന്ന് അടുപ്പിച്ച് നമുക്ക് ചായ കുടിക്കാം. പിന്നെ മൊബൈൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ട്രൈപോഡിലാണ് എൻ്റെ മൊബൈൽ ഞാൻ കുത്തിവെച്ചിരിക്കുന്നത്. ഒരു വാലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ട്രൈപോഡിൻ്റെ ആവശ്യം പോലും ഇല്ല. വാൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാമായിരുന്നു. ആ സൗകര്യമൊക്കെ ഇല്ലാതെയാക്കാനുള്ള കാരണം ഒരു മ്യൂട്ടേഷനാണ്. 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ. TBXT എന്ന് പറയുന്ന ഒരു ജീനുണ്ട്. ആ ജീനിലുണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻ കാരണമാണ് നമുക്ക് അതിമനോഹരമായിട്ടുള്ള വാലുകൾ ഇല്ലാതെയായത്. ഒരു 6.5 കോടി വർഷത്തിനും 8 കോടി വർഷത്തിനും പിന്നിലേക്ക് നമുക്ക് പോകാം. അതായത് 6.5 കോടി വർഷത്തിനും 8 കോടി വർഷത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടം. കൃത്യമായിട്ട് ഇത്ര കോടി വർഷവും നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. ഏകദേശം ഇതിനിടയിലുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു. ആഫ്രിക്കയും അമേരിക്കൻ കോണ്ടിനെൻറ്റുകളും സെപ്പറേറ്റ് ആകുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക കോണ്ടിനെൻറ്റുകളൊക്കെ ഒന്നു ചേർന്നാണ് ഇരുന്നത്. ഇവിടെ വെച്ച് സെപ്പറേഷൻ നടന്നു. സെപ്പറേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഞൊടിയിട കൊണ്ട് നടക്കുന്ന സെപ്പറേഷനല്ല. അതിന് കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഏകദേശം ഒരു 20 കോടി വർഷം മുമ്പാണ് ഈ കോണ്ടിനെൻറ്റുകൾ സെപ്പറേറ്റ് ആകാൻ തുടങ്ങിയത്. ഇന്നും ഇതിനെ പരസ്പരം കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫിറ്റാകും. 8 കോടി വർഷം മുമ്പ് ഇത് പൂർണ്ണമായിട്ടും സെപ്പറേറ്റായി. നമ്മുടെ മുൻഗാമികളായിട്ടുണ്ടായിരുന്ന ഈ കോൺസിസ്റ്റർ 4, അതായത് വാലുള്ള സുന്ദരന്മാരായിട്ടുള്ള ഇവർ, കുറച്ച് പേരൊക്കെ അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ആഫ്രിക്കയുടെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ മാത്രം അകപ്പെട്ടു പോയിട്ടുള്ള ആ ജീവികളെ നമ്മൾ ന്യൂ വേൾഡ് മങ്കീസ് എന്ന് വിളിച്ചു. ആഫ്രിക്കയിലുണ്ടായിരുന്നവർ ഓൾഡ് വേൾഡ് മങ്കീസ്. ന്യൂ വേൾഡ് മങ്കീസ് പരിണമിച്ച് വാലില്ലാത്ത ഗ്രേറ്റ് ഏപ്പുകളായിട്ട് മാറിയില്ല. അതായത് അവർ മനുഷ്യരായിട്ട് പരിണമിച്ച് മാറിയില്ല. ആഫ്രിക്കൻ മേഖലയിലുണ്ടായിരുന്ന ഓൾഡ് വേൾഡ് മങ്കീസ് മാത്രമാണ് പരിണമിച്ച് മനുഷ്യരായിട്ട് മാറിയത്, അല്ലെങ്കിൽ ചിമ്പാൻസിയും ഗൊറില്ലസും ഓറംഗുട്ടാനും ഒക്കെ ആയിട്ട് മാറിയത്. പിന്നീട് മനുഷ്യർ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ എത്താൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അതായത് ഈ സമീപ ചരിത്രത്തിലാണ് മനുഷ്യർ ആദ്യമായി അമേരിക്കയിലെത്തുന്നത്, ഏകദേശം ഒരു 15,000 വർഷങ്ങൾക്ക് മുമ്പ്. അവരെങ്ങനെയാണ് അന്ന് അമേരിക്കയിലെത്തിയെന്നറിയണോ? ഇന്നത്തെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു നേർത്ത ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമ്മൾ
ബെറിങ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ബെറിങ് കടലിടുക്ക് എന്ന് പറയും. ഒരു 15,000 വർഷം മുമ്പ് നമ്മുടെ സമുദ്രത്തിൽ ഇത്രയും ജലമുണ്ടായിരുന്നില്ല. കാരണം അന്ന് നമ്മുടെ ഭൂമിയിൽ ഇത്രയും ചൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജലത്തിൻ്റെ നല്ലൊരു ശതമാനവും ധ്രുവ മേഖലകളിൽ ഐസ് പാളികളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ അളവിൽ അല്പം കുറവുള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിലുണ്ടായിരുന്ന ആ ഗ്യാപ്പ് അങ്ങനെ ഗ്യാപ്പായിട്ടുണ്ടായിരുന്നില്ല. അതൊരു ബെറിങ് സ്ട്രീറ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ബെറിങ് കടലിടുക്കായിരുന്നില്ല, മറിച്ച് അതൊരു ബെറിങ് ലാൻഡ് ബ്രിഡ്ജ് ആയിരുന്നു. ആ പാലത്തിലൂടെ നടന്നാണ് ആദ്യമായി 15,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ അമേരിക്കയിലെത്തിയത്. പിന്നീട് എങ്ങനെയാണ് അമേരിക്ക എന്ന രാജ്യം ഉണ്ടായതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഹിസ്റ്ററി ചാനലിൽ ഞാനൊരു വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ടൈം ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് 6.5 കോടി വർഷം പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് വിചിത്രമായിട്ടുള്ള ഒരു ജീവിയെ കാണാം, ലെമൂർസ്. ലെമൂർസ് ആണോ എന്ന് ചോദിച്ചാൽ ലെമൂർസ് അല്ല, ലെമൂർസിൻ്റെ മുൻഗാമികളാണ്. ലെമൂർസ് ഇന്നും ഭൂമിയിലുണ്ട്. മഡഗാസ്കറിൽ നമുക്കവരെ കാണാം. കണ്ടു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. ഇവർ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ ഇവരുടെ പൂർവികൻ നമ്മുടെ പൂർവികൻ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് വളരെ അനായാസമായിട്ട് ഇവർക്ക് ചാടാൻ സാധിക്കും. അത് കണ്ട് അസൂയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ പൂർവികരും ഇത്തരത്തിൽ ചാടിയിരുന്നു. നമുക്ക് പിന്നീട് കാലപ്പഴക്കത്തിൽ ആ ശേഷി നഷ്ടപ്പെട്ടു എന്ന് മാത്രം. നമ്മുടെ കസിൻസിനെയും പൂർവികന്മാരെയും ഒക്കെ മനസ്സിലാക്കിയില്ലേ? ഇനിയും ഒരുപാട് പേരെ മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ മാത്രമാണ് പ്രൈമേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്നത്. ഇനി നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ അവരാരും പ്രൈമേറ്റുകളല്ല. നമ്മുടെയും ലെമൂർസിൻ്റെയും പൊതുപൂർവികൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ ഒരുപാട് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. ഡൈനോസേഴ്സിൻ്റെ അന്ത്യനാളുകളാണ്. കാരണം ഈ കാലഘട്ടത്തിലാണ് ഇന്നത്തെ മെക്സിക്കോയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിൽ ഭീമാകാരനായിട്ടുള്ള ഒരു ഉൽക്ക വന്ന് വീഴുന്നത്. അതോടുകൂടി ഡൈനോസറുകൾക്ക് ഇവിടെ നിലനിൽപ്പില്ലാതെയായി. ആ സമയത്ത് തന്നെ ഡൈനോസറിനെ ഭയന്ന് മാളങ്ങളിൽ ജീവിച്ചിരുന്ന കുഞ്ഞൻ ജീവിയുണ്ട്, റോഡൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന എലിയെപ്പോലുള്ള ജീവി. ആ ജീവി നമ്മുടെ എല്ലാവരുടെയും പൊതുപൂർവികനാണ്. ഭൂമിയിലുള്ള സകല മാമലുകളുടെയും പൊതുപൂർവികനായിരുന്നു ഈ കാണുന്ന ചെറിയ എലി. ചെറിയ എലിക്ക് അത് ഒരു സുവർണ അവസരമായിരുന്നു. കാരണം അത് ഭക്ഷിച്ചിരുന്നത് മരിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ ജീവികളെയും പ്രാണികളെയും ഒക്കെയാണ്, അല്ലെങ്കിൽ വലിയ ജീവികളുടെ അവശേഷിപ്പുകളാണ്. ഡൈനോസറുകൾ ഇല്ലാതെയായതോടുകൂടി, അല്ലെങ്കിൽ വലിപ്പമേറിയിട്ടുള്ള ജീവികളൊക്കെ ഇല്ലാതെയായതോടുകൂടി നമ്മുടെ റോഡൻറ്റിന് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനാണെങ്കിൽ വെളിയിൽ ഇഷ്ടം പോലെ ഭക്ഷണം. അതിൻ്റെ ഒരു ട്രൈറ്റ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. നല്ല നല്ല സീനുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല നല്ല സീനുകൾ വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നില്ലേ? അല്ലെങ്കിൽ ലൈഫിൽ അതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഗൂസ് ബംസ് അല്ലെങ്കിൽ രോമാഞ്ചം ഉണ്ടാകും. അത് ഈ റോഡൻറ്റിൻ്റെ ജീനിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. 14 കോടി വർഷം പിന്നിലേക്ക് നമ്മുടെ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ചിട്ട് പോകാം. ആ കാലഘട്ടത്തിൽ ഇവിടെ ഡൈനോസേഴ്സ് ഉണ്ട്. ആരെയും ഭയപ്പെടാതെ, ആരെയും കൂസാക്കാതെ അവർ സ്വൈര്യവികാരം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു കോമൺ ആൻസിസ്റ്ററും ഉണ്ടായിരുന്നു. ഇന്ന് ഓസ്ട്രേലിയൻ മേഖലയിൽ കാണാൻ സാധിക്കുന്ന കങ്കരു എന്ന ഒരു ജീവിയുടെയും ആൻസിസ്റ്റർ ഇതുതന്നെയായിരുന്നു. കങ്കരുവിനെ പോലെ തന്നെ ഒരു പോക്കറ്റ് നമ്മുടെ ഈ പൂർവികനുണ്ട്. ആ പോക്കറ്റിലായിരുന്നു കുഞ്ഞിനെ വളർത്തിയിരുന്നത്. ഇതിനെയാണ് നമ്മൾ പ്ലാസിൻ്റൽ മാമൽസ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും കുഞ്ഞിനെ ഗർഭപാത്രത്തിലിട്ട് വളർത്തിയെടുക്കാൻ അതിന് സാധിക്കില്ല. വളർച്ചയെത്താത്ത കുഞ്ഞാണ് അതിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും നേരെ പോക്കറ്റിൽ വന്നിറങ്ങുന്നത്. പിന്നീട് കുറച്ചു കാലം അത് പോക്കറ്റിൽ തന്നെ കഴിയും. അമ്മയുടെ പാലൊക്കെ കുടിച്ച് സുഖകരമായിട്ട് അവിടെ കിടന്നാണ് അത് വളരുന്നത്. പ്ലാസിൻ്റൽ മാമൽ എന്ന് പറയുമ്പോൾ അത് വെറും ഒറ്റ സ്പീഷീസ് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്തരത്തിലുള്ള കുറേയധികം ജീവികൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മാർസൂപ്പിയൽസ്. 18 കോടി വർഷം മുമ്പ് നമ്മുടെ പ്രകൃതിയിൽ ഒരു തമാശ നടന്നു. ആ തമാശ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് 1992 സ്ഥലം അർജൻറ്റീനയിലെ പാറ്റഗോണിയ. അവിടെ ഗവേഷകർക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ജീവിയുടെ ഫോസിൽ കണ്ടു. പല ജീവികളുടെ ഫോസിൽ ആരൊക്കെയോ വെട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു വിചിത്ര രൂപമാണെന്നാണ് ആദ്യം ഗവേഷകർ ചിന്തിച്ചത്. എന്നാൽ ശരിക്കും അതൊരു പ്രകൃതിയുടെ തമാശയായിരുന്നു.
പല പല വ്യത്യസ്തമായിട്ടുള്ള ജീവികളുടെ അവയവം ആ ജീവിയിലുണ്ടായിരുന്നു. അതാണ് പ്ലാറ്റിപ്പസ്. ഒരു താറാവിനോട് സാമ്യമുള്ള ഒരു ചുണ്ടാണ് അതിനുണ്ടായിരുന്നത്. നീർനായയെപ്പോലുള്ള വാലുണ്ട്, വിഷമുള്ള നഖമുണ്ട്. അതൊരു സസ്തിനി അല്ലെങ്കിൽ മാമലായിരുന്നു. പക്ഷേ സാധാരണ സസ്തിനികളെ പോലല്ല, ഇത് പ്രസവിക്കത്തില്ല. മുട്ടയിട്ട് ആണ് കുഞ്ഞിനെ വിരിയിച്ചെടുക്കുന്നത്. പക്ഷേ അങ്ങനെ വിരിയിക്കുന്ന കുഞ്ഞിന് അത് മുലയൂട്ടും. പ്ലാറ്റിപ്പസ് നമ്മുടെ ഒരു കസിനാണ്. ആ കസിൻ ഒരു പാലം കൂടിയായിരുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പ്രത്യുൽപാദനം നടത്തിയിരുന്ന ജീവികളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളിലേക്കുള്ള ഒരു മാറ്റം. ടൈം ട്രാവൽ മെഷീൻ പിന്നെയും പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെയും നമ്മൾ സമയത്തിൻ്റെ പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 30 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലെത്തി. അവിടെ നമ്മുടെ ഒരു പൊതുപൂർവികനുണ്ട്, കോൺസിസ്റ്റർ 16. അവർ ഹൈലനോമസ് വിഭാഗത്തിൽപ്പെട്ടിരുന്ന ഒരു ജീവിയായിരുന്നു. അതിന് ഏകദേശം 20 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. കാണുമ്പോൾ ഒരു ലിസാർഡിനെ പോലെ അല്ലെങ്കിൽ ഒരു പല്ലിയെ പോലൊക്കെ തോന്നിക്കും. പക്ഷേ അതൊരു പല്ലിയായിരുന്നില്ല. അതൊരു ഉരകജീവിയല്ല, അല്ലെങ്കിൽ ഒരു റെപ്റ്റൈലല്ല, അതൊരു മാമലല്ല, അതൊരു പാമ്പല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം പൂർവികനായിരുന്നു. ഇനി നാളെ ഒരു പാമ്പിനെ കാണുമ്പോൾ ഓടിച്ച് കൊല്ലുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ചിരിച്ച് കാണിക്കുക. കാരണം ഇവരുടെയൊക്കെ പൊതുപൂർവികൻ നമ്മുടെയും പൊതുപൂർവികനായിരുന്നു. അതിന് മുൻപുണ്ടായിരുന്ന ജീവികൾ തവളയെപ്പോലാണ് മുട്ടയിടുന്നത്. കട്ടിയുള്ള ഒരു പുറന്തോടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ കടന്നുകൊണ്ട് അത് വിരിയും. ഹൈലനോമസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ ജീവികൾ പിന്നീട് 2ആയി വേർപിരിഞ്ഞു. അതിലൊന്ന് സിനാപ്സിഡ്സ്. നമ്മളെല്ലാം സിനാപ്സിഡ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ടുള്ള സകല നമ്മുടെ കസിൻസും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഭാഗം സൗറോപ്സിഡ്സ് ആണ്. ആ വിഭാഗത്തിലാണ് ഉരകജീവികൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസും പിന്നെ പക്ഷികളും വരുന്നത്. നമുക്ക് ഒരു 10 കോടി വർഷം കൂടെ പിന്നിലോട്ട് പോകാം. അതായത് 40 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ കരഭാഗം ഏതാണ്ട് ശൂന്യമാണ്. കരയിൽ കാര്യമായിട്ട് നമുക്ക് ഒരു ജീവിയെപ്പോലും കാണാൻ സാധിക്കുന്നില്ല. അവയെല്ലാം അല്ലെങ്കിൽ അവയുടെ എല്ലാം പൂർവികർ ഇപ്പോൾ ജലത്തിലാണ്. ആ കാണുന്ന തടാകത്തിൻ്റെ കരയിലേക്കൊന്ന് നോക്കിക്കേ. ആ കരയിൽ ഒരു മത്സ്യം നിൽക്കുന്നത് കണ്ടില്ലേ? അതെ, മത്സ്യം നിൽക്കുകയാണ്. അതിൻ്റെ 4 കാലുകളിൽ നിൽക്കുന്നു. 4 കാലിൽ നിൽക്കുന്ന മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ജീവി. ആ ജീവി അതൊരു തുടക്കമാണ്. ആ ജീവിയിലൂടെയാണ് നമ്മുടെ കരയിൽ കാണുന്ന സകലമാന ജീവികളും ഉണ്ടായത്. ഇതിൻ്റെ പൂർവികൻ പൂർണ്ണമായിട്ടും മത്സ്യമായിരുന്നു. ആ മത്സ്യത്തിന് ചെറിയ ചിറകുകളുണ്ടായിരുന്നു. ആ ചിറകുകൾ പരിണമിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ഷോൾഡറും ആമും ഫിംഗേഴ്സും ഒക്കെ ഉണ്ടായത്. 50 കോടി വർഷം പിന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൂർവികൻ പൂർണ്ണമായിട്ടും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലായിരുന്നു. റെയ്ഫ് ആൻഡ് ഫിഷ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ നമ്മുടെ പൂർവികൻ. ഇന്ന് നമുക്ക് സമുദ്രത്തിലും അതുപോലെ തടാകങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ബഹുഭൂരിപക്ഷം മത്സ്യങ്ങളുടെയും പൂർവികൻ റെയ്ഫ് ആൻഡ് ഫിഷുകളാണ്. ചൂണ മുതൽ ഗോൾഡ് ഫിഷ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ശൃംഖല. നമ്മുടെ ഹൃദയം ഒരു പ്രത്യേക താളത്തിലല്ലേ ഇടിക്കുന്നത്? അതുപോലെ നമ്മുടെ രക്തത്തിന് ഉപ്പുരസമാണുള്ളത്. ഈ ട്രൈറ്റുകൾ നമുക്ക് കിട്ടിയത് ഈ റെയ്ഫ് ആൻഡ് ഫിഷിൽ നിന്നാണ്. 55 കോടി മുതൽ 80 കോടി വർഷം വരെ പിന്നിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വലിയ അപകടം നമ്മളെ കാത്തിരിപ്പുണ്ട്. ആരും പേടിക്കേണ്ട, എൻ്റെ ഒപ്പം നിൽക്കുക. നമ്മുടെ നട്ടെല്ല് നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള സകല ജീവികളും നട്ടലുള്ള വെർട്ടിബ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പൂർവികർക്ക് നട്ടലില്ല. അവർ ഇൻവെർട്ടിബ്രേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ. കടലിൻ്റെ ആഴങ്ങളിലൂടെ പോകുന്ന ആ ചെറിയ പുഴുവിനെ നിങ്ങൾ കണ്ടില്ലേ? അത് നമ്മുടെ പൂർവികൻ തന്നെയാണ്. നമ്മുടെ മാത്രം പൂർവികനല്ല. ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല ഇൻസെക്ട്സിൻ്റെയും പ്രാണികളുടെയും പൂർവികൻ അതുതന്നെയാണ്. പഴുതാരയുടെയും അട്ടയുടെയും പുഴുവിൻ്റെയും ചെറിയ ചെറിയ പ്രാണികളുടെയും ഒക്കെ പൂർവികൻ അവൻ തന്നെയായിരുന്നു. ഈ ഇഴഞ്ഞു പോകുന്നവൻ്റെ പേര് ഉർബിലാട്രിയ എന്നാണ്. 70 കോടി വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർ ഫിഷിൻ്റെ പൂർവികനായിരുന്നു നമ്മുടെ പൂർവികൻ. ശരിക്കും പറഞ്ഞാൽ ഇൻസെക്ട്സിനേക്കാൾ നമ്മുടെ DNA-ക്ക് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് സ്റ്റാർ ഫിഷുമായിട്ടാണ്. സ്റ്റാർ ഫിഷിനെ നോക്കിയേ, അവന് ഒരു തലയുമില്ല, വാലുമില്ല. വിചിത്രമായിട്ട് അവൻ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? സമുദ്രത്തിൻ്റെ ആഴങ്ങളിലൂടെയാണ് അവൻ അങ്ങനെ നടന്നു പോകുന്നത്. 80 കോടി വർഷം പിന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൂർവികനും കടലിൻ്റെ ആഴങ്ങളിൽ പാറകൾ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സ്പോഞ്ചുകളുടെ പൂർവികനും ഒന്ന് തന്നെയാണ്.
കണ്ടു കഴിഞ്ഞാൽ ഒരു ഫംഗസിനെ പോലെ അതുമല്ലെങ്കിൽ ഒരു സസ്യത്തെ പോലെ പായലിനെ പോലൊക്കെ തോന്നിക്കുമെങ്കിലും ഇതങ്ങനെയുള്ള ഒരു ജീവിയല്ല. ശരിക്കും മൃഗം തന്നെയാണ്. മൃഗത്തിൻ്റെയും സസ്യങ്ങളുടെയും ഇടയിലുള്ള ഒരു കണക്ഷനാണ് ഈ സ്പോഞ്ചുകൾ. ഇവന് നട്ടെല്ലും തലയും ഇല്ലെന്ന് മാത്രമല്ല, ഹൃദയം പോലുമില്ല. പക്ഷേ നമ്മുടെ DNA-യുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല, അവൻ്റെ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. നമ്മുടെ സെല്ലുകളെല്ലാം പരസ്പരം സഹകരിച്ച് ഒരു വലിയ സൊസൈറ്റിയെ പോലാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കഴിയുന്നത്. അത്തരത്തിൽ സഹകരിക്കാനുള്ള ഒരു ശേഷി നമുക്ക് കിട്ടുന്നത് ഈ സ്പോഞ്ചുകളുടെ പൂർവികൻ്റെ DNA-യിൽ നിന്നാണ്. 100 കോടി വർഷം പിന്നിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മൃഗലോകവുമില്ല, ഒരു പ്രാണിയുമില്ല. ഉള്ളത് സസ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെയും സസ്യങ്ങളുടെയും എല്ലാം പൊതുപൂർവികൻ. അതൊരു സിംഗിൾ സെല്ലാണ്. പക്ഷേ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സെല്ലായിരുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള പല ഓപ്പറേഷൻസും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. 100 കോടി വർഷത്തോളം പഴക്കമുള്ള യൂക്യാരിയോട്ടിക് സെല്ലുകളുടെ ഒരുപാട് ഫോസിലുകൾ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൂടുതലും പാറകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 400 കോടി വർഷം പിന്നിലേക്ക് പോകുന്നു. നമ്മുടെ ഈ വലിയ യാത്രയുടെ അവസാനത്തെ സ്റ്റോപ്പാണ്. ഈ അവസാനത്തെ സ്റ്റോപ്പാകുമ്പോഴേക്കും ഭൂമി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ശരിക്കും ഒരു നരകത്തെ പോലാണ് ഭൂമി. അതിശക്തമായിട്ടുള്ള ചൂട് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. സമുദ്രത്തിലുള്ള ജലം പോലും തിളയ്ക്കുന്നുണ്ട്. അത്രയും താപമാണ്. കൂടാതെ ഓക്സിജൻ അവിടെ ഒട്ടും തന്നെ ഇല്ല. ഓക്സിജൻ ശ്വസിച്ച് കഴിയുന്ന ഒരു രീതിയിലുള്ള ജീവജാലങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട്. ആ അഗ്നിപർവ്വതങ്ങൾ എല്ലായ്പ്പോഴും ആക്റ്റീവായിരിക്കും. കുറേയധികം ഉൽക്കകൾ തുടർച്ചയായിട്ട് നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ട്. ആ പതനത്തിലൂടെയാണ് ഇവിടെ പല ഘട്ടങ്ങളിലായി ജലമെത്തിയത്. പ്രധാനമായിട്ടും വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കോമറ്റുകൾ ഭൂമിയിൽ വന്ന് പതിച്ചതിലൂടെയാണ് ഇവിടെ ധാരാളമായി ജലമുണ്ടായത്. അവിടെ ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ജീവിയെ നിങ്ങൾ കണ്ടോ? കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. മൈക്രോസ്കോപ്പ് തന്നെ വേണ്ടിവരും. ആ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ലൂക്കയെ കാണാം. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും തുടക്കക്കാരൻ ആ ലൂക്കയാണ്. ആ ലൂക്കയിൽ നിന്നാണ് ഇവിടെയുള്ള സകലതും ഉണ്ടായി വന്നത്. ലൂക്ക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഇവനിൽ നിന്നാണ് ബാക്ടീരിയ മുതൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വരെ ഉണ്ടായത്. ഇതിനും പിന്നിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നില്ല. കാരണം പരിണാമം ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ചരിത്രം പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നു എന്നല്ല. അതിനു മുൻപ് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ലൂക്ക ഉണ്ടായത്? അതാണല്ലോ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരം എവല്യൂഷൻ തിയറി അല്ല തരേണ്ടത്. ശരിക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമ്മുടെ പക്കലില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരുപാട് തെളിവുകളുള്ള ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്, എബയോജെനസിസ്. എബയോജെനസിസ് മാത്രമല്ല, വേറെയും ഒരുപാട് ഹൈപ്പോത്തസിസുകളുണ്ട്. കാരണം വലിയൊരു കൂട്ടം ഗവേഷകർ ഈ എബയോജെനസിസിനെ അംഗീകരിക്കുന്നില്ല. അവരുടെ പക്കലുള്ളത് വേറെ പല ഹൈപ്പോത്തസിസുകളാണ്, പാൻസ്പെർമിയ പോലുള്ള ഹൈപ്പോത്തസിസുകൾ. 400 കോടി വർഷത്തെ ഈ നടത്തം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. നിങ്ങളുടെ ആ ആദ്യത്തെ കോശം മുതൽ നിങ്ങളുടെ അച്ഛനമ്മമാർ വരെ നീളുന്ന ആ മഹാപരമ്പരയിൽ ഒരാൾ പോലും തോറ്റുപോയിട്ടില്ല. ചിന്തിച്ചു നോക്കൂ. ഇതിനിടയിൽ എത്രയോ പ്രളയങ്ങൾ വന്നു, ഭൂകമ്പങ്ങളുണ്ടായി, ഉൽക്കകൾ വന്നു പതിച്ചു, മാരകമായ രോഗങ്ങൾ പടർന്നു. നിങ്ങളുടെ ഓരോ പൂർവികനും തൻ്റെ അടുത്ത തലമുറയ്ക്ക് ആ ജനിതക ഡയറി കൈമാറാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് DNA കുറിച്ചാണ്. ആ ചങ്ങലയിലെ ഒരു കണ്ണി പോലും പൊട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പരിണാമം എന്നത് വെറുമൊരു ശാസ്ത്ര സിദ്ധാന്തം മാത്രമല്ല, അത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ ചരിത്രമാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഈ 400 കോടി വർഷത്തെ വിജയഗാഥ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ
MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.